ട്രെയിൻ വിൻഡോ സീറ്റിലിരുന്നു കൊണ്ട് നോക്കിയപ്പോൾ സോഫി കണ്ടു അകലെ നിന്നും നടന്നു വരുന്ന ഉണ്ണിയെ. അന്നു കണ്ടതിലും കുറച്ചുകൂടി വണ്ണം വെച്ചതായി അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് ട്രെയിനിൽ നിന്നും ഇറങ്ങി. ദാ അതാണ് ഉണ്ണി, സോഫി സിബിക്ക് പറഞ്ഞു കൊടുത്തു. അവൻ അവൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് നോക്കി. അത് കണ്ടപ്പോഴാണ് സോഫിയെ ഉണ്ണി കണ്ടത്. സോഫിയെ കണ്ട് ഉണ്ണി അവിടേക്ക് നടന്നു വന്നു. ഞാൻ ഓർത്തു അടുത്ത ട്രെയിനിലായിരിക്കുമെന്ന്. ചിരിയോടെ അടുത്ത് വന്ന് ഉണ്ണി പറഞ്ഞു. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു. സോഫിയും ചിരിയോടെ മറുപടി പറഞ്ഞു. ഇതാണ് എൻ്റെ അനിയൻ സിബി, അവൾ പരിചയപ്പെടുത്തി. മറുപടിയായി സിബി ഒരു നിറഞ്ഞ പുഞ്ചിരി അവന് നൽകി. രണ്ടുപേരും പരസ്പരം ഷേക്ക് ഹാൻഡ് നൽകി. കുറച്ചു നേരത്തെ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം ഉണ്ണി തിരിച്ചുപോയി. ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിൽ മുഴുവനും സിബി പറഞ്ഞത് ഉണ്ണിയെക്കുറിച്ചായിരുന്നു. അവന് ആളെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് സോഫി ഓർത്തു. വീട്ടിൽ ചെന്നപ്പോഴും സിബി എല്ലാവരോടും പറഞ്ഞത് ഉണ്ണിയെക്കുറിച്ചായിരുന്നു. അമ്മച്ചിക്കും സിനിക്കും അങ്ങനെ ഉണ്ണിയെ പരിചയമായി. പിന്നീട് എഴുതിയ കത്തുകളിൽ അതെഴുതാനും അവൾ മറന്നില്ല. വീട്ടിലെല്ലാവർക്കും ഉണ്ണിയെപ്പറ്റി നല്ല അഭിപ്രായമാണെന്നും സിബിക്ക് ഉണ്ണിയെ ഒരുപാട് ഇഷ്ടമായെന്നും അവൾ എഴുതി. പിന്നീട് അങ്ങോട്ട് സൗഹൃദം കൂടുതൽ ബലപ്പെട്ടു. രണ്ടുപേർക്കും ഒരുപോലുള്ള ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പാട്ടുകൾ, സിനിമകൾ, അഭിനേതാക്കൾ, അങ്ങനെ പലതും ഇഷ്ടങ്ങൾ ഒരുപോലെ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ സൗഹൃദം മങ്ങലേക്കാതെ തിളങ്ങി നിന്നു. പക്ഷെ സൗഹൃദത്തിനപ്പുറമൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ തിരികെ ജോലിയിലിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഉണ്ണിക്ക് കത്ത് നൽകുന്നത്. അഡ്രസ്സിലെ കൈപ്പട കണ്ടപ്പോൾ തന്നെ അത് സോഫിയുടെ കത്താണെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ആ കത്ത് തുറന്നു. ഉണ്ണിക്ക്, ഇന്റർവ്യൂ ഞാൻ പാസ്സായി, എനിക്ക് ജോലി കിട്ടി. അടുത്ത ആഴ്ച ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഉണ്ണിക്ക് എഴുതാം എന്ന് സോഫി. അവൻ ചെന്നതിന് ശേഷം എഴുതാൻ മറക്കരുത് എന്ന് മറുപടി അയച്ചു. അവന്റെ കത്തും കയ്യിൽ പിടിച്ച് കുറെ നേരം അവൾ അങ്ങനെ ഇരുന്നു. ഒരിക്കൽ കൂടി അവനെ കണ്ടിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് അവൻ എഴുതുമെന്നാണ് കരുതിയത്. ചിലപ്പോൾ ജോലി തിരക്കായിരിക്കും, അവൾ അങ്ങനെ സമാധാനിച്ചു. ബോംബെയിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ കയറുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള ആ യാത്രയായിരുന്നു. ബോംബെ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഊളയിട്ടപ്പോഴും ഉണ്ണിയുമായുള്ള സൗഹൃദം മങ്ങലേക്കാതെ തുടർന്നു. കത്തുകൾ വല്ലപ്പോഴും ഫോൺ കോളുകളായി മാറി. ഉണ്ണി വീട്ടിലേക്ക് എഴുതാൻ തുടങ്ങി. സിബിക്ക് ഉണ്ണിയെപ്പറ്റി പറയുമ്പോൾ 100 നാവാണ്. അത്തരമൊരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. സിബി ഇടപ്പള്ളിയിൽ പഠിക്കാൻ ചേർന്നപ്പോൾ ആ സൗഹൃദം ഒന്നുകൂടി ശക്തമായി. ഒരു യാത്രയിൽ പരിചയപ്പെട്ടതാണെങ്കിലും തൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ പ്രിയപ്പെട്ട ഒരാളാണ് ഉണ്ണി. ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഉണ്ണിയുടെ വിശേഷങ്ങളാണ്. അങ്ങനെയിരിക്കെ ബോംബെയിൽ നിന്നും ആദ്യത്തെ ലീവിന് വരുമ്പോൾ ഉണ്ണിയെ വിളിച്ചു. ഹലോ, പറഞ്ഞോളൂ സോഫി. ഉണ്ണി തിരക്കിലാണോ? തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ താൻ ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെ വിളിക്കുന്നതല്ലേ, അതുകൊണ്ട് ആ തിരക്ക് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. എന്താണോ പതിവില്ലാതെ ഒരു വിളി? സാധാരണ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിലല്ലേ താൻ വിളിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഫോണിന്റെ പൈസ പിശുക്കുന്ന ആളല്ലേ. ഒന്ന് പോണ്ണി, ഞാൻ പൈസ പിശുക്കുന്നതൊന്നുമല്ല. എനിക്കിവിടെ നിന്നും ഫോൺ വിളിക്കാനൊന്നും സമയമില്ലല്ലോ. വീട്ടിൽ തന്നെ ഞാൻ വിളിക്കാറില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. പറഞ്ഞോന്നേ. ഞാൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഉണ്ണി സ്റ്റേഷനിൽ വരുമോ? വരാലോ. എങ്കിൽ ഏത് ട്രെയിനാണെന്ന് ഞാൻ വിളിച്ചു പറയാം. പറഞ്ഞാൽ മതി. എങ്കിൽ പിന്നെ ഞാൻ വെക്കുവാണേ. ആയിക്കോട്ടെ. വീട്ടിലേക്ക് പോകുന്നതിന് 3 ദിവസം മുൻപ് അവൾ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി. അപ്പോഴാണ് ഉണ്ണിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം എന്നവൾ ഓർത്തത്. എന്ത് വാങ്ങും? ആകെ കൺഫ്യൂഷനായി. ഡ്രസ്സ് വാങ്ങിക്കൊടുത്താലോ? വേണ്ട, അത് ശരിയാവില്ല. എന്തെങ്കിലും വ്യത്യസ്തമായി വാങ്ങിക്കൊടുക്കാം. അവൾ മനസ്സിലോർത്തു. ഓരോ സാധനങ്ങൾ നോക്കുമ്പോഴും അവൾക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോഴാണ് അത് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടത്. മീരാസാധു വീണ വായിക്കുന്ന ഒരു ശില്പം. അതിലും നല്ലൊരു സമ്മാനം ഉണ്ണിക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല. അവൾ അത് തന്നെ തിരഞ്ഞെടുത്തു. വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാം പാക്ക് ചെയ്യുമ്പോൾ ആ സമ്മാനം മാത്രം അവൾ ഹാൻഡ് ബാഗിൽ എടുത്തു വെച്ചു. കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയും കൂടി നാട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ ആലുവയിൽ ഇറങ്ങും. ട്രെയിൻ എറണാകുളത്തേക്ക് എത്തും തോറും ആകാംക്ഷ കൂടി വന്നു. ഉണ്ണിയെ കാണാനും സംസാരിക്കാനും മനസ്സൊരുപാട് ആഗ്രഹിച്ചിരുന്നു. പഠിക്കുന്ന കാലത്ത് പോലും ഇത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തന്നെക്കാൾ നന്നായി ഉണ്ണിക്കറിയാം.
ഏതാണ് തനിക്ക് ചേരുക അല്ലെങ്കിൽ ഏതാണ് തനിക്ക് ചേരാത്തത് എന്ന് നന്നായി ഉണ്ണിക്ക് പറയാൻ സാധിക്കും. ഓരോന്നോർത്ത് ട്രെയിൻ ആലുവയിലെത്തിയത് അവൾ അറിഞ്ഞില്ല. എടി ഞാൻ പോവാ, വീണ പറഞ്ഞു. ശരിയടി, നീ വിളിക്കണേ. വിളിക്കാടി. അവൾ ആലുവയിൽ ഇറങ്ങിയപ്പോഴാണ് പുറത്തുനിന്നും നടന്നു വരുന്ന ആളെ അവൾ കണ്ടത്. ഉണ്ണി, ഇതെന്താ ഇവിടെ? സോഫി അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാവുമ്പോൾ ഇവിടെ നിന്നും എറണാകുളം വരെ തന്നോട് സംസാരിച്ചിരിക്കാലോ. ആലുവയിൽ നിന്നും എറണാകുളം വരെ ഉണ്ണിയും ട്രെയിൻ യാത്ര ചെയ്തു. മനസ്സ് സന്തോഷത്താൽ അലതല്ലി. 1 മിനിറ്റ് കണ്ട് സംസാരിക്കുക, അതിനാണ് ഈ സന്തോഷം. എങ്കിലും അത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് എന്തിനാണ് ഉണ്ണി ഇത്ര പാടുപെട്ട് തന്നെ കാണാൻ വരുന്നത്? ഈ 1 മിനിറ്റ് നേരത്തെ സന്തോഷം അവിടെയും കിട്ടുന്നുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. എന്തൊക്കെയുണ്ട് മുംബൈയിലെ വിശേഷങ്ങൾ? ഉണ്ണിയുടെ ചോദ്യമാണ് ഓർമ്മകളിൽ നിന്നും അവളെ ഉണർത്തിയത്. ഇരുവരും കുറെ നേരം എന്തൊക്കെയോ സംസാരിച്ചു. ശേഷം ബാഗിൽ നിന്നും ഉണ്ണിക്ക് വാങ്ങിയ ഗിഫ്റ്റ് എടുത്ത് അവൾ അവന് കൊടുത്തു. ഇത് ഞാൻ ഉണ്ണിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആണോ? എനിക്ക് നോക്കട്ടെ എന്താണെന്ന്. ഇപ്പൊ നോക്കണ്ട, വീട്ടിൽ ചെന്ന് സ്വസ്ഥമായി നോക്കിയാൽ മതി. ആയിക്കോട്ടെ. അവനത് ഭദ്രമായി അവൻ്റെ ബാഗിൽ വെച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ ബാഗ് എടുത്തത് ഉണ്ണിയാണ്. അവിടെ സോഫിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ അമ്മാച്ചൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണിയോടൊപ്പം നടന്നു വരുന്ന സോഫിയെ കണ്ട് അയാളുടെ മുഖമൊന്ന് മങ്ങി. സോഫി ചിരിയോടെ അയാൾക്കടുത്തേക്ക് വന്നു. ഒരുപാട് സമയമായോ അച്ചാച്ച വന്നിട്ട്? കുറച്ചു സമയമായി. നീ എവിടെയായിരുന്നു? അയാൾ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ട്രെയിൻ അല്പം ലേറ്റായിരുന്നു. പിന്നെ ഇതെന്റെ ഫ്രണ്ട് ഉണ്ണി. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആളാണോ? അല്ല, ഉണ്ണി എവിടെയാ ജോലി ചെയ്യുന്നത്? ഒരു ടൂറിസം കമ്പനിയിൽ. ടൂറിസം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളെങ്ങനെ നിന്റെ ഫ്രണ്ടായത്? അയാളുടെ ആ ചോദ്യം സോഫിക്ക് വല്ലായ്മയുണ്ടാക്കി. ഉണ്ണിയുടെ മുഖം മാറുന്നത് അവൾ കണ്ടു. വാ, സമയം പോയി. ഫ്രണ്ട് എവിടെയാ ജോലി ചെയ്യുന്നത്? എറണാകുളത്ത്. ഇടപ്പള്ളിയിലാ, ഉണ്ണി മറുപടി പറഞ്ഞു. അതിന് മറുപടിയായി അയാളൊന്ന് ഇരുത്തി മൂളി. ശേഷം 3 റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ പോട്ടെ സോഫി, ചെന്നിട്ട് വിളിക്ക്. വീട്ടിൽ എല്ലാവരെയും തിരക്കിയെന്ന് പറയണം. മതി വിശേഷങ്ങളൊക്കെ, ബസ് കിടപ്പുണ്ട്. മാത്തച്ഛൻ്റെ ആ ഇടപെടൽ സോഫിക്ക് വല്ലായ്മയുണ്ടാക്കി. പിന്നീട് കൂടുതലൊന്നും പറയാതെ യാത്ര പറഞ്ഞ് ഉണ്ണി തിരിച്ചുപോയി. പക്ഷെ സോഫിയുടെ മനസ്സിൽ എന്തോ ഒരു ദുഃഖം. ഉണ്ണി എന്ത് കരുതി കാണും എന്നോർത്ത് അവളുടെ മനസ്സ് വിങ്ങി. വീട്ടിലേക്ക് ചെന്നപ്പോഴും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് സിനിയും സിബിയും പുറകെ കൂടിയെങ്കിലും അവൾ ആരോടും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. മനസ്സിപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്നിട്ടില്ല എന്ന് തോന്നി. ഷേർലി, സോഫിയുടെ വിവാഹം പെട്ടെന്ന് നടത്തണം. മാത്തച്ഛൻ്റെ പെട്ടെന്നുള്ള ആ സംസാരം സോഫിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇച്ഛായൻ എന്നതായി പറയുന്നേ, അവൾ ജോലി ചെയ്യുന്നല്ലേ ഉള്ളൂ. വെളിയിലേക്ക് ജോലി ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. അതിനുള്ളതെല്ലാം ശരിയായിട്ടിരിക്കുക. അതിനിടയ്ക്ക് പെട്ടെന്ന് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രവുമല്ല, അവളെ പഠിപ്പിക്കാനെടുത്ത കടം തന്നെ തീർന്നിട്ടില്ല. എങ്കിലൊന്ന് പറഞ്ഞു വെക്കുകയെങ്കിലും വേണം. ഇവളുടെ കൂടെ പഠിച്ച ആ പെങ്കൊച്ചില്ലേ, അവളുടെ ആങ്ങളയ്ക്ക് വേണ്ടി ഇവളെ ചോദിച്ചവല്ലേ, അതങ്ങ് പറഞ്ഞു വെച്ചൂടെ? അവരുടെ വീട്ടിൽ നിന്നും എന്നോട് കാര്യം പറഞ്ഞിരുന്നു. അവൻ വന്നൊന്ന് കണ്ടിട്ട് പോട്ടെ, ഇവളിപ്പോൾ നാട്ടിലുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു വെക്കാം, വിവാഹം പിന്നെ മതി. അന്യനാട്ടിലൊക്കെ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൊച്ച. മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടെല്ലാം പറഞ്ഞു വെക്കുന്നതാണ് നല്ലത്. അമ്മാച്ചൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഏറെക്കുറെ സോഫിക്കപ്പോൾ മനസ്സിലായി. ആൾ തങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. താനും ഉണ്ണിയും തമ്മിൽ സ്നേഹത്തിലാണ് എന്നാണ് ആൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഉണ്ണിയോട് കാണിച്ച ഇഷ്ടക്കേടിന് കാരണം അവൾ മനസ്സിലോർത്തു. അന്ന് വൈകുന്നേരവും അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. ഉണ്ണിയോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് അവൾ അവനെ വിളിച്ചു. ഹലോ പറയൂ സോഫി, വീട്ടിൽ ചെന്നോ? എത്തി. അമ്മാച്ചൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ഉണ്ണിയൊന്നും വിചാരിക്കരുത്, സോഫി ദയനീയമായി പറഞ്ഞു. ഹേയ്, പഴയ ആളുകളല്ലേ, ഞാനൊന്നും കരുതിയിട്ടില്ല. അത് കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. പിന്നീട് വീണ്ടും കുറേ നേരം സൗഹൃദ സംഭാഷണങ്ങൾ തുടർന്നു.